പ്രവാസി മലയാളിയായ ജയകുമാർ മല്ലപ്പള്ളി ഒരു കവിയാണ്. പ്രണയവും വിരഹവും പ്രകൃതിയും മനുഷ്യബന്ധങ്ങളുമൊക്കെയാണ് ജയകുമാറിൻ്റെ കവിതകളിൽ ഉടനീളം. ജയകുമാറാണ് ഗൾഫ് പനോരമയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. കറുത്ത മാനം കണ്ണിൽ നോക്കി കരഞ്ഞു തീരും കാഴ്ചകളിൽ വെളുത്ത നേരം വിതുമ്പിയെങ്ങോ ഇരുട്ടുമൂളിത്തീരുന്നു. പാതി വിടർന്നു പറക്കും കൊടികളിൽ ചോര പൊടിച്ചു തെറിക്കുമ്പോൾ, പാതി വിടർന്നു പറക്കും കൊടികളിൽ ചോര പൊടിച്ചു തെറിക്കുമ്പോൾ, താഴെ കാണാം പൂക്കാമലരുകൾ ഇതളു കൊഴിഞ്ഞു കിടക്കുന്നു. കവിത എന്നത് ജയകുമാറിന് സ്വന്തം ജീവനോളം പ്രിയപ്പെട്ട ഒന്നാണ്. കാണുന്ന കാഴ്ചകളും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും ഇടപഴകുന്ന മനുഷ്യരുമൊക്കെ ജയകുമാറിന് കവിതയെഴുത്തിനുള്ള പ്രചോദനമാണ്. പ്രകൃതിയും മനുഷ്യബന്ധങ്ങളും സ്വപ്നങ്ങളുമൊക്കെ കവിതകളായി ഈ പ്രവാസി മലയാളി പകർത്തിവെക്കുന്നു. 500-ലേറെ കവിതകളാണ് ജയകുമാർ മല്ലപ്പള്ളി ഇതിനകം എഴുതിയിട്ടുള്ളത്. അവയിൽ പലതും സമൂഹ മാധ്യമങ്ങളിലൂടെ ആസ്വാദകരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ശ്രവണസുന്ദരവും ഗാംഭീര്യവുമാർന്ന ജയകുമാറിന്റെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തളിരു ചൂടുമീ ഹൃദയശാഖിയിൽ കുളിരു കോരിച്ച മഞ്ഞിൻ വസന്തമേ, തരളലോലം നിൻ ചിറകൊച്ച കേട്ടു ഞാൻ അരികിലണയുന്ന താരിതൾ ശലഭമേ. 2007 മുതൽ പ്രവാസിയാണ് ജയകുമാർ. ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയാണിപ്പോൾ. ഭാര്യ ശ്രീജയ്ക്കും മകൻ കൃഷ്ണനുമൊപ്പം ദുബായിൽ താമസിക്കുന്നു. ആശയങ്ങൾ മനസ്സിലുണ്ട് ധാരാളം. അപ്പോൾ അത് സമയം കിട്ടുന്നതനുസരിച്ച് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കുറിച്ചു വെക്കുക എന്നുള്ളതാണ് ഞാൻ പിന്തുടർന്ന് വന്നിരുന്നത്. അപ്പം ചെറുപ്പകാലം തൊട്ട് തന്നെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ വായന, എഴുത്ത് എന്നിവ കൂടിയിട്ടുണ്ട്. അപ്പം സ്കൂൾ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ ഒരു കവിത എന്നുള്ള രീതിയിൽ, അന്ന് കവിതയാണെന്നൊന്നും അറിയില്ല, മനസ്സിൽ തോന്നിയ ആശയങ്ങൾ കുറിച്ചു വെച്ചു. അത് പല രൂപത്തിൽ വന്നു, അതിന് കവിത എന്ന് പേരിട്ടു അന്ന്. അപ്പം അന്ന് തൊട്ടേ എഴുത്ത് തുടങ്ങി. പിൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ കോളേജ് കാലഘട്ടങ്ങളിലാണെങ്കിലും അത് കഴിഞ്ഞ് ജോലി സംബന്ധമായിട്ട് വന്നപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഇഷ്ടം ഒരിക്കലും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അത് കൂടെ കൊണ്ടു നടന്നു. അതിങ്ങനെ കവിതയായിട്ട് പുസ്തക രൂപത്തിൽ ഇപ്പം ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ് വസ്തുത. വാഗപ്പൂക്കൾ, ചില മൊണാലിസ കവിതകൾ എന്നിങ്ങനെ 2 പുസ്തകങ്ങൾ ജയകുമാറിൻ്റെതായി അച്ചടിമഷി പുരണ്ടു കഴിഞ്ഞു. ഹൃദയാഴങ്ങൾ എന്ന പേരിലൊരു വീഡിയോ ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു വീഡിയോ ആൽബത്തിലൂടെ തന്റെ കവിതയ്ക്ക് പുതിയ ആസ്വാദകരെയും അതുവഴി കുറേയേറെ സൗഹൃദങ്ങളെയും സമ്പാദിച്ചിരിക്കുകയാണ് ജയകുമാർ ഇപ്പോൾ. വയനാട് പ്രകൃതി ദുരന്തത്തിനും ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ റിലീസ് ചെയ്ത അനിവാര്യത എന്ന കവിത പ്രകൃതി മനുഷ്യർക്കുമേൽ ഏൽപ്പിക്കാൻ സാധ്യതയുള്ള ആഘാതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കരമുത്തിയൊഴുകുന്ന പുഴയിതാ ഞാൻ ഇന്നു കര തേടിയലയുന്നൊരോർമ്മ മാത്രം, നനവില്ലതഴലുന്ന പുഴയിതാ ഞാൻ ഇന്ന് നനപോലും നാളുകൾ അന്യമായി. കാറ്റില്ല കോളില്ല തീരം കറുത്തുപോയി കളകൾ നിറഞ്ഞൊരു കാടുമാത്രം. ഉറവയിൽ ഇന്നെന്റെ മിഴികളിൽ പടരുന്നു തപ്തമാം കണ്ണീർക്കിനാവു മാത്രം. പുക പടർത്തി കണ്ണിൽ കരിയൊഴിച്ചു എന്റെ വിരിമാറിൽ നിങ്ങളോ ശവമടക്കി, എന്റെ വിരിമാറിൽ നിങ്ങളോ ശവമടക്കി. ഈ കവിത റിലീസായി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് മഴ പെയ്തിറങ്ങി മലവെള്ളപ്പാച്ചിലായി 100 കണക്കിന് ആളുകളെ കൊണ്ടുപോയത്. അതിലേറെ പേരെ അനാഥരാക്കിയത്. കെട്ടിപ്പടുത്തിയൻ തീരം കവർന്ന നിൻ കൊട്ടാരമപ്പാടെ കാറ്റിൽ പറത്തിടും. കാടെടുക്കും പിന്നെ നാടെടുക്കും, ഞാനോ കാട്ടിത്തരുന്നുണ്ട് കാട്ടുനീതി. പ്രചണ്ഡ പ്രകർഷമായി പെയ്യട്ടെ പ്രകൃതിയും പൊട്ടിത്തെറിക്കും
ശമിക്കട്ടെ പ്രളയാഗ്നികൾ, മല പൊട്ടി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ മലയോരമാകവേ മാഞ്ഞു പോകും. ഈ കവിതയിൽ പറഞ്ഞത് സ്വാർത്ഥത കൂടി മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് സഹികെട്ട് പ്രകൃതി പ്രതികരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ അനിവാര്യതയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, കാടെടുക്കും പിന്നെ നാടെടുക്കും, ഞാനോ കാട്ടിത്തരുന്നുണ്ട് കാട്ടുനീതി എന്ന് പറയുന്നൊരു ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഏറെ വേദനപൂർവ്വം ഈ ഒരു ആൽബം റിലീസായി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട്ടിൽ ദുരന്തം സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പം അതിലെനിക്ക് ഏറെ ദുഃഖമുണ്ട്. കാരണം അതിലൂടെ ഞാൻ എന്താണോ ഞാൻ പറഞ്ഞത് എന്താണോ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്നതും പ്രകൃതി പ്രതികരിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ശരിക്കും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് തൊട്ട് കവിത ചൊല്ലുന്ന പുതിയൊരു കവിയെ മലയാള കാവ്യ സാഹിത്യത്തിലേക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് വാഗപ്പൂക്കൾ എന്ന ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത കവി മുരുകൻ കാട്ടാക്കട ജയകുമാറിനെ വിശേഷിപ്പിച്ചത്. സ്വയം എഴുതി അതിനുതകുന്ന സംഗീതം നൽകി ജയകുമാർ കവിതകൾ ആലപിക്കുന്നത് കേട്ടിരുന്നു പോകും. പലപ്പോഴും ദുബായിലെ ജയകുമാറിന്റെ അപ്പാർട്ട്മെന്റ് ഇങ്ങനെ കവിത ചൊല്ലലും കഥ പറച്ചിലുമൊക്കെയായി സുഹൃത്തുക്കൾ ചേരുന്നൊരിടമായി തീരാറുണ്ട്. മലയാളം വരും കാലങ്ങളിൽ കൂടുതൽ കേൾക്കാൻ പോകുന്ന, വായിക്കാൻ പോകുന്ന ഒരുപിടി കവിതകൾ ജയകുമാർ സമ്മാനിക്കുമെന്ന് സുഹൃത്തുക്കളിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുതും വലുതുമായിട്ട് ഏതാണ്ട് ഒരു 1000ഓളം കവിതകൾ. കാരണം ഞങ്ങൾ സുഹൃത്ത് വലയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവൻ്റെ ഒരു ആലാപന ശൈലിയുണ്ട്. അത് ജയകുമാർ മല്ലപ്പള്ളി എനിക്ക് തോന്നുന്നു സ്വന്തം കവിതകൾ അവർ തന്നെ അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആലപിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക ഇതാണ്, അതൊരു പ്രത്യേക തലത്തിലേക്ക് ഇവൻ എത്തിക്കാറുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു നവമാധ്യമങ്ങൾ എവിടെ തുറന്നാലും ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ല കുറേ ഏറെ അർത്ഥവത്തായ കവിതകൾ ഉണ്ട്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് ജയകുമാറിന്റെ 2 കവിതാ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെട്ടത്. ലോകോത്തരമായ അത്തരമൊരു വേദിയിൽ ലഭിച്ച അവസരങ്ങൾ അവിസ്മരണീയമാണെന്ന് ജയകുമാർ പറയുന്നു. പുസ്തക രൂപത്തിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ 2022 ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ചാണ്. വാഗപ്പൂക്കൾ എന്ന ഏകദേശം 77ഓളം കവിതകൾ അടങ്ങിയ ഒരു സമാഹാരം ഏറെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് അത് പ്രകാശനം ചെയ്തത് 2022. അപ്പോൾ അതിനുശേഷം പിന്നീട് 2023 വരുമ്പോൾ എൻ്റെ 2ാമത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുകയുണ്ടായി. അതും ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ തന്നെയാണെന്നുള്ളത് മറ്റൊരു സന്തോഷം. ചില മൊണാലിസ കവിതകൾ എന്ന് പേരിട്ടു. അപ്പം ഇത് രണ്ടുമാണ് പുസ്തകങ്ങളായിട്ട് ആളുകളിലേക്ക് എത്തിയത്. സമൂഹത്തോടുള്ള സംവാദമാണ് ജയകുമാറിന് കവിതകൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന എന്തും അദ്ദേഹത്തിന് കവിതകൾക്കുള്ള വിഷയങ്ങളുമാണ്. കാലങ്ങളേറെ കഴിഞ്ഞാലും മായാതെ നിൽക്കുന്ന കവിതകൾ മലയാളത്തിന് സമ്മാനിക്കാൻ ജയകുമാറിന് സാധിക്കട്ടെ എന്ന് ഗൾഫ് പനോരമയുടെ ആശംസകൾ. കവിത മൂളുമെന്നരികിലെ കാറ്റിനും നിന്റെ നിശ്വാസ ഗന്ധമാർന്നെങ്ങനെ ഹിമകണമലിയുമീ പുൽക്കൊടിത്തുമ്പുപോൽ പകലിരവറിയാത്ത തനുവിൻ തണുപ്പു നീ.